ചിരിച്ചുകൊണ്ട് ഒരു ദിവസം തുടങ്ങാനും മറ്റൊരു ചിരി കൊണ്ട് ഉറങ്ങാൻ പോകാനും കഴിയുക ഒരു ഭാഗ്യമാണ്. നമ്മളിൽ പലർക്കും ഒരു ചിരി കൊണ്ട് പ്രഭാതത്തെ വരവേൽക്കുവാനും ചിരിച്ചുകൊണ്ട് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടക്കുവാനും കഴിയാറുണ്ടോ എന്നുള്ളത് സംശയകരമായൊരു യാഥാർത്ഥ്യമാണ്. പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും ക്ഷീണവും വിഷമതകളും പരിദേവനങ്ങളും പരിഭവങ്ങളും ചിരിയെ നമ്മിൽ നിന്ന് അകറ്റി മാറ്റുന്നു. നമ്മിൽ ദുഃഖത്തിൻ്റെ വ്യഥയുടെ കാർമേഘങ്ങൾ നമ്മുടെ മുഖത്ത് വരച്ചു ചേർത്തുകൊണ്ടാണ് പല ദിവസങ്ങളും അവസാനിക്കുന്നത്. പൂക്കളെപ്പോലെ പുഞ്ചിരിക്കുവാനും പൂമ്പാറ്റകളെപ്പോലെ തലോടുവാനും കിളികളെപ്പോലെ പാട്ടുപാടി സന്തോഷത്തെ എതിരേൽക്കുവാനും കഴിയുക ഒരു ഭാഗ്യമാണ്. ആനന്ദകരമാക്കാവുന്ന പല ദിവസങ്ങളും ആത്മാവിലേക്ക് അനാവശ്യമായ ചിന്തകൾ കടത്തിവിട്ട് ജീവിതത്തിൻ്റെ ചാരുത നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ദാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ജീവിതത്തെ സന്തോഷകരമാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഒരു ശ്വാസത്തിൻ്റെ അകലം മാത്രമുള്ള ജീവിതത്തെ എന്തിനാണ് നമ്മൾ ഇത്രയധികം സ്ട്രെസ് കൊണ്ട് വികലമാക്കുന്നത്, വിരൂപമാക്കുന്നത്? പുഷ്പങ്ങളെ കണ്ടുപഠിക്കുക, പ്രകൃതിയെ കണ്ടുപഠിക്കുക, കിളികളെ കണ്ടുപഠിക്കുക, പൂമ്പാറ്റകളെ പൂത്തുമ്പികളെ കണ്ടുപഠിക്കുക. ചിരി കൊണ്ട് ജീവിതത്തെ നേരിടാൻ ശ്രമിക്കുക. എല്ലായിടത്തും നമുക്ക് ലീഡറാവാൻ കഴിയില്ല. അത് തെറ്റായ ഒരു ചിന്താഗതിയും പ്രവർത്തന രീതിയുമാണ്. നമ്മൾ നമ്മുടെ പരിമിതികൾ അറിയുകയും നമ്മുടെ ഗുണഗണങ്ങൾ അറിയുകയും നമ്മുടെ കുറവുകൾ അറിഞ്ഞ്